Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ജൂലൈ 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. So first question നോക്കാം. Question 11. If the two circles x square plus y square plus ay equal to 0 and x square plus y square equal to c square with c greater than 0 touch each other, then which of the following is not true? So നമുക്കിവിടെ രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സർക്കിൾസ് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. First concept, x square plus y square plus 2gx plus 2fy plus c equal to 0 എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -g/2, -f/2ഉം റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് g/2 ഹോൾ സ്ക്വയർ പ്ലസ് f/2 ഹോൾ സ്ക്വയർ മൈനസ് c. സെക്കൻഡ് കോൺസെപ്റ്റ്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് a,bയും റേഡിയസ് എന്ന് പറയുന്നത് ആറും ആയിരിക്കും. നമുക്കിപ്പോൾ രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട് വിത്ത് സെൻറ്റേഴ്സ് C1 ആൻഡ് C2 വിത്ത് റേഡിയസ് R1 ആൻഡ് R2 റെസ്പെക്റ്റീവിലാണെങ്കിൽ ആ രണ്ട് സർക്കിൾസ് ടച്ച് ഈച്ച് അതർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് മോഡുലസ് C1 C2 ഇസ് ഈക്വൽ ടു മോഡുലസ് R1 പ്ലസ് ഓർ മൈനസ് R2. ഇവിടെ C1 C2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ C1 ആൻഡ് C2. ഇപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് നോക്കാം. ഫോർത്ത് ഓപ്ഷൻ അതാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് P ഓഫ് x1, y1 ആൻഡ് Q ഓഫ് x2, y2 എന്ന് പറയുന്നത് PQ is equal to square root of y2 minus y1 whole square plus x2 minus x1 the whole square. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എടുത്ത് എഴുതാം. സോ ഗിവൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ വൈ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. സി എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. രണ്ട് സർക്കിൾസും ടച്ച് ഈച്ച് അതറാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഫസ്റ്റ് ഇക്വേഷനിലെ ഞാൻ കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ സെൻറ്റർ കിട്ടും. സെൻറ്റർ എന്ന് പറയുന്നത് C1 is equal to 0, minus a/2ഉം റേഡിയസ് എന്ന് പറയുന്നത് R1 is equal to മോഡുലസ് a/2 ആണ്. ഇവിടെ ഞാൻ മോഡുലസ് എടുക്കുകയാണ് ബിക്കോസ് നമുക്കറിയാം റേഡിയസ് ഒരു പോസിറ്റീവ് ടേമാണ്. പോസിറ്റീവ് ക്വാണ്ടിറ്റീസേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നോക്കുകയാണ്. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കോൺസെപ്റ്റിൻ്റെ സെക്കൻഡ് ഇക്വേഷനിൽ വെച്ച് കമ്പയർ ചെയ്യാണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് C2 is equal to 0, ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് R2 is equal to C ആണ്. ഇപ്പോൾ ഈ രണ്ട് സർക്കിൾസും ടച്ച് ഈച്ച് അതറാണ്. സോ മോഡുലസ് C1 C2 is equal to മോഡുലസ് R1 പ്ലസ് ഓർ മൈനസ് R2. C1 C2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് C1 C2 ആണ്. സോ നമ്മൾ ലാസ്റ്റ് കോൺസെപ്റ്റിൻ്റെ ആ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് മോഡുലസ് സ്ക്വയർ റൂട്ട് ഓഫ് 0 plus a/2 whole square plus 0 minus 0 whole square is equal to modulus of modulus a/2 plus or minus c. സോ ഇവിടെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ടൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് മോഡുലസ് a/2 is equal to മോഡുലസ് a/2 പ്ലസ് ഓർ മൈനസ് c. അപ്പം ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ടേംസ് പോസിറ്റീവ് ആവുകയാണ്. സോ ഞാൻ മോഡുലസ് സൈനിന് എടുത്ത് മാറ്റുകയാണ്. സോ ദിസ് ഇംപ്ലൈസ് a/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് a/2 പ്ലസ് ഓർ മൈനസ് c ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. സോ a²/4 ഇസ് ഈക്വൽ ടു a²/4 പ്ലസ് ഓർ മൈനസ് മോഡുലസ് a ഇൻറ്റു c പ്ലസ് c സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് c² പ്ലസ് ഓർ മൈനസ് മോഡ് a c ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഞാൻ c കോമൺ എടുക്കുകയാണ്. സോ c ഇൻറ്റു c പ്ലസ് ഓർ മൈനസ് മോഡ് a ഈക്വൽ ടു 0. നമുക്കറിയാം c ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ c 0ന് ഈക്വൽ ആകില്ല. സോ നമുക്കിവിടെ c പ്ലസ് ഓർ മൈനസ് മോഡ് a ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് നമുക്ക് c ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മോഡ് എന്ന് കിട്ടും. പക്ഷേ c ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ടേംസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ദെയർഫോർ c ഈസ് ഈക്വൽ ടു മോഡ് എ. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം.
ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സി ഈസ് ഈക്വൽ ടു മോഡ് എ. സോ ഇപ്പം ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. ഇപ്പോൾ എനിക്ക് മോഡ് ക്യാൻസൽ ചെയ്യാം ബിക്കോസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഓർ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഇക്വേഷനാണ്. സോ ഇപ്പം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സി ബൈ ടു ഈസ് ഈക്വൽ ടു മോഡ് എ ബൈ ടു മൈനസ് സി. സോ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. സോ ഞാനിവിടെ സോൾവ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഈ സ്റ്റെപ്പിൽ നമുക്ക് മോഡ് എ ബൈ ടു ഇസ് ഈക്വൽ ടു മോഡ്ലെസ് മോഡ് എ ബൈ ടു പ്ലസ് ഓ മൈനസ് സി എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മോഡ് എനെ ഞാൻ സി വെച്ച് റീപ്ലേസ് ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് സി ബൈ ടു ഇസ് ഈക്വൽ ടു മോഡ് എ ബൈ ടു പ്ലസ് ഓ മൈനസ് സി ആണ്. സോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനും നമുക്ക് ഒരു ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതും നമ്മുടെ ഒരു കറക്റ്റ് ഓപ്ഷനാണ്. തേർഡ് ഓപ്ഷൻ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ് ബിക്കോസ് ഈ ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യുന്നത് സി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ. സോ സി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിപ്പോവും. സോ ഇവിടെ നമുക്ക് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് ഓപ്ഷൻ മോഡ് എ ബൈ ടു ഇസ് ഈക്വൽ ടു മോഡ്ലെസ് മോഡ് എ ബൈ ടു മൈനസ് സി. ഇപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. സോ നമുക്ക് തേർഡ് ഓപ്ഷനാണ് ഇൻകറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 ഈസ് അവർ കറക്റ്റ് ഓപ്ഷൻ. Next question 16. If y is equal to log to the base e power x of x minus 3 whole square for x equal to 0,3 then y dash of 4s. സോ നമുക്ക് y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ y dash of 4ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. m is equal to log x to the base a ഇംപ്ലൈ ചെയ്യുന്നത് a power m equal to x എന്നാണ്. log 1 to the base b equal to 0 ആണ് ഓൾവേസ്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ നമുക്ക് y is equal to log x minus 3 whole square to the base e power x തന്നിട്ടുണ്ട്. സോ കോൺസെപ്റ്റ് 1 വെച്ചിട്ട് e power x whole power y is equal to x minus 3 whole square എഴുതാം. സോ ദിസ് ഇംപ്ലൈസ് e power xy is equal to x minus 3 whole square ആണ്. ഇപ്പം ഞാൻ ഈ ഇക്വേഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമുക്ക് കിട്ടുന്നത് ഇ പവർ എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ആണ്. സോ ഇ പവർ എക്സ് വൈ ഇൻറ്റു എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇ പവർ എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വിത്ത് എക്സ് മൈനസ് 3 സ്ക്വയർ. സോ ദിസ് ഇംപ്ലൈസ് എക്സ് മൈനസ് 3 സ്ക്വയർ ഇൻറ്റു എക്സ് വൈ ഡാഷ് പ്ലസ് ഇപ്പം ഞാൻ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ടു ദ ബേസ് ഇ പവർ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ ഞാൻ ഹോൾ ഇക്വേഷനെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് എക്സ് വൈ ഡാഷ് പ്ലസ് ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ടു ദ ബേസ് ഇ പവർ എക്സ് ഇസ് ഈക്വൽ ടു 2 ബൈ എക്സ് മൈനസ് 3 എന്ന് കിട്ടും. സോ ഇതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2 ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 മൈനസ് ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ടു ദ ബേസ് ഇ പവർ എക്സ് ഡിവൈഡ് ബൈ എക്സ്. നമുക്ക് വൈ ഡാഷ് ഓഫ് 4ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ എക്സിന് പകരം നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ വൈ ഡാഷ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 2 ബൈ 4 ഇൻറ്റു 4 മൈനസ് 3 മൈനസ് ലോഗ് ഓഫ് 4 മൈനസ് 3 ഹോൾ സ്ക്വയർ ടു ദ ബേസ് ഇ പവർ 4 ഡിവൈഡ് ബൈ 4. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1/2. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് മൈനസ് ലോഗ് 1 ടു ദ ബേസ് ഇ പവർ 4 ഡിവൈഡ് ബൈ 4. നമുക്കറിയാം ലോഗ് 1 ടു ദ ബേസ് ബി ഈക്വൽ ടു 0 ആണ് ഫോർ എനി ബേസ്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. സോ വൈ ഡാഷ് ഓഫ് 4ൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1/2. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്.
Next question, question 26. Let an be a sequence of real numbers such that sigma n is equal to 1 to infinity an converges, but sigma n is equal to 1 to infinity mod an diverges. If r is the radius of convergence of the series, sigma n is equal to 1 to infinity an z bar n, then. സോ നമുക്കിവിടെ സിഗ്മ എ എന്ന് പറയുന്നത് കൺവേർജസും സിഗ്മ മോഡ് എ എൻ ഡൈവേർജസും ആൻഡ് ആർ എന്ന് പറയുന്നത് സിഗ്മ എ ഇസഡ് ബാർ എന്നിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് ലെബനിസ് ടെസ്റ്റ്. നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് തന്നിട്ടുണ്ട്. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity -1 whole power n a n and a n greater than or equal to 0, a n greater than or equal to a n plus 1 and limit n tends to infinity a n equal to 0 ആണെങ്കിൽ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. സെക്കൻഡ് പി ടെസ്റ്റ്. സിഗ്മ n is equal to 1 to infinity 1 by n power p is equal to converges for p greater than 1 and diverges for p less than or equal to 1. ഒരു പവർ സീരീസിൻ്റെ സിഗ്മ n is equal to 0 to infinity a n z മൈനസ് z നോട്ട് ഹോൾ പവർ എൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 1 by r is equal to ലിമിറ്റ് n tends to infinity a n plus 1 divided by a n or 1 by r is equal to ലിമിറ്റ് n tends to infinity a n ഹോൾ പവർ 1 by n ആണ്. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് സിഗ്മ എ എൻ കൺവേർജസ് ആൻഡ് സിഗ്മ മോഡ് എ എൻ ഡൈവേർജസ്. സോ അങ്ങനത്തെ ഒരു സീരീസ് നമ്മൾ ഫോം ചെയ്യാണ്. സോ സിഗ്മ എ എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്. സിഗ്മ എൻ ഇസ് ഇക്വൽ ടു 1 to infinity -1 ഹോൾ പവർ n plus 1 ഡിവൈഡ് ബൈ n. സോ ഇതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/2 + 1/3 - 1/4 പ്ലസ് എക്സെട്ര. സോ ഇത് നമ്മുടെ ബൈ ലെബനിസ് ടെസ്റ്റ് ഇത് കൺവേർജൻ്റ് ആണ്. ബിക്കോസ് ഇവിടെ എ എൻ ഗ്രേറ്റർ ദാൻ 0 ആണ്, എ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എൻ പ്ലസ് 1 ആണ് ആൻഡ് ലിമിറ്റ് n tends to infinity എ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1 by n വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് നമ്മുടെ ലെബനിസ് ടെസ്റ്റിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ സീരീസ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ നൗ സിഗ്മ n is equal to 1 to infinity mod a എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ n is equal to 1 to infinity 1 by n ആണ്. ആൻഡ് ബൈ പി ടെസ്റ്റ് ഈ സീരീസ് എന്ന് പറയുന്നത് ഡൈവേർജസ് ആണ്. ഇപ്പം നമുക്ക് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സിഗ്മ എ എൻ ഇസഡ് ബാർ എൻ തന്നുണ്ട്. ഹെൻസ് നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity a n by n plus 1 ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 1 by n ആണ്. സോ a n plus 1 എന്ന് പറയുന്നത് 1 by n plus 1. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1 by n ഡിവൈഡ് ബൈ 1 by n plus 1. ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity n plus 1 by n. ഇപ്പം ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1 plus 1 by n ഡിവൈഡ് ബൈ 1. സോ നമ്മളിപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. Next question, question 28. The function 2z minus 1 divided by 2 minus z maps the disk D is equal to set of all z and c such that mod z less than 1 on 2. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഈ ഡീനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യണമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ w ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ ലെറ്റ് w is equal to 2z minus 1 divided by 2 minus z. അപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് w into 2 minus z is equal to 2z minus 1. ഇപ്പോൾ ഞാൻ z-നെ w ടേംസിൽ എഴുതാണ്. സോ ദിസ് ഇംപ്ലൈസ് z is equal to 2w plus 1 divided by 2 plus w ആണ്. സോ നമുക്ക് മോഡ് z ലെസ് ദാൻ 1 എങ്ങോട്ടാണ് ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യണമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ കൺസിഡർ ദാറ്റ് ഇൻഇക്വാലിറ്റി. സോ മോഡ് z ലെസ് ദാൻ 1 ഇംപ്ലൈസ്, ഇപ്പോൾ ഞാൻ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ, മോഡ് 2w plus 1 ഡിവൈഡ് ബൈ 2 plus w ലെസ് ദാൻ 1 എന്ന് കിട്ടും. സോ ഇവിടെ എനിക്ക് മോഡ്ലെസ് സ്പ്ലിറ്റ് ചെയ്യാം. സോ മോഡ് 2w plus 1 ഡിവൈഡ് ബൈ മോഡ് 2 plus w ലെസ് ദാൻ 1 എന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് മോഡ് 2w plus 1 ലെസ് ദാൻ
2 പ്ലസ് ഡബ്ല്യു എന്ന് കിട്ടും. ഇപ്പം ഞാൻ ഡബ്ല്യുവിനെ യു പ്ലസ് ഐ വി ഫോമിൽ എഴുതാണ്. സോ ദിസ് സിംപ്ലൈസ് മോഡ്ലെസ് 2 ഇൻറ്റു യു പ്ലസ് ഐ വി പ്ലസ് 1 ലെസ് ദാൻ 2 പ്ലസ് യു പ്ലസ് ഐ വി എന്ന് കിട്ടും. നമുക്കറിയാം മോഡ്ലെസ് ഓഫ് എ കോംപ്ലെക്സ് നമ്പർ ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ദിസ് സിംപ്ലൈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2u plus 1 whole square plus 2v square less than root of 2 plus u whole square plus v square എന്ന് കിട്ടും. ഇപ്പം ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. സോ ദിസ് സിംപ്ലൈസ് 2u plus 1 whole square plus 2v square less than 2 plus u whole square plus v square എന്ന് കിട്ടും. ഇപ്പം ഞാൻ സ്ക്വയർ ടേംസ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. സോ ദിസ് സിംപ്ലൈസ് 4u square plus 4u plus 1 plus 4v square less than 4 plus 4u plus u square plus v square കിട്ടും. ഇപ്പം ഞാൻ സെയിം ടേംസൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് 3u സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ ലെസ് ദാൻ 3 എന്ന് കിട്ടും. ഇപ്പം ഞാൻ 3 വെച്ച് ഇനിക്വാളിറ്റീനെ ഡിവൈഡ് ചെയ്യാണ്. സോ ദിസ് സിംപ്ലൈസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1 ആണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ മോഡ്ലെസ് ഓഫ് ഡബ്ല്യു സ്ക്വയർ ആണ്. സോ മോഡ്ലെസ് ഡബ്ല്യു സ്ക്വയർ ലെസ് ദാൻ 1. സോ ഞാൻ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് ബോത്ത് സൈഡ്സ്. So this implies mod w less than 1. That is mod z less than 1 ഈ ഫംഗ്ഷൻ mod w less than 1 മാപ്പ് ചെയ്യണത്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ മാപ്സ് d ഓൺ ടു d ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. Next question, question 47. Which of the following is a unit in the ring instead of root 2? So instead of root 2 ഇതിൽ ഏത് ഓപ്ഷനാണ് യൂണിറ്റ് ഫോം ചെയ്യണമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. ആൽഫ ബിലോങ് ടു ഇസഡ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി. ഡി എന്ന് പറയുന്നത് സ്ക്വയർ ഫ്രീ ഇൻറ്റീജർ ആവണം. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻറ്റു ആൽഫ കോൺജുഗേറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഓഫ് ഇസഡ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ആവണം. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത് യൂണിറ്റ് ആകാൻ ആൽഫ ഇൻറ്റു ആൽഫ കോൺജുഗേറ്റ് പ്ലസ് ഓർ മൈനസ് 1 ഈക്വൽ ആവണം. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാൻ ഇവിടെ ഞാൻ 2 ഓപ്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 1 പ്ലസ് സ്ക്വയർ റൂട്ട് 2. സോ ഇത് യൂണിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 1 കിട്ടണം. സോ നമുക്കത് ചെയ്ത് നോക്കാം. സോ 1 പ്ലസ് സ്ക്വയർ റൂട്ട് 2 ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് 2ൻ്റെ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സ്ക്വയർ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് സ്ക്വയർ റൂട്ട് 2. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 2 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. സോ നമുക്ക് ഈ വാല്യൂനോട് ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. ദെർഫോർ 1 പ്ലസ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇസഡ് ഓഫ് റൂട്ട് 2 ആണ്. ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 2 പ്ലസ് സ്ക്വയർ റൂട്ട് 2. സോ ഇതൊരു യൂണിറ്റ് ആവാൻ നമുക്ക് ഇതിനോട് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടണം. സോ 2 പ്ലസ് സ്ക്വയർ റൂട്ട് 2 ഇൻറ്റു conjugate of 2 plus square root 2 that is equal to 2 plus square root 2 into 2 minus square root 2. So that is equal to 4 minus 2 that is equal to 2. ഇത് നമ്മൾ not equal to plus or minus 1 ആണ്. So 2 plus square root 2 unit of not an unit of instead of root 2 ആണ്. സോ സിമിലർലി നിങ്ങൾക്ക് ബാക്കി 2 ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. Next question, question 48. In the field is at 17 of integers mod 17, what is 10 power 8? So z power 17ൽ 10 power 8ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. എ ഇസ് ഈക്വൽ ടു ബി പവർ എം mod n ആണെങ്കിൽ എ പവർ കെ mod n ഇസ് ഈക്വൽ ടു ബി പവർ എം ഹോൾ പവർ കെ mod n ആയിരിക്കും. സോ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ 10 പവർ mod 17 എന്ന് പറയുന്നത് 10നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിൽ കിട്ടുന്ന റിമൈൻഡർ എഴുതുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. 10 സ്ക്വയർ mod 17 ഈസ് ഈക്വൽ ടു 100 mod 17. 100നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ എഴുതുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15. 10 power 4 mod 17 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ ഇൻറ്റു 10 സ്ക്വയർ mod 17 ആയിട്ട് എഴുതുക. ഇപ്പോൾ 10 സ്ക്വയറിനെ നമ്മൾ 15 വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 15 mod 17 എഴുതുക. 15 ഇൻറ്റു 15 എന്ന് പറയുന്നത് 225 ആണ്. സോ 225നെ നമ്മൾ 17 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിൽ കിട്ടുന്ന റിമൈൻഡർ എഴുതുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇപ്പോൾ 10 power 8 mod 17 എന്ന് പറയുന്നത്
10⁴ ഇൻറ്റു 10⁴ mod 17 ആയിട്ട് എഴുതാം. ഇപ്പോൾ 10⁴ നമുക്ക് 4 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ 4 ഇൻറ്റു 4 mod 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 mod 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. സോ Z17-ൽ 10⁸ വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4th 1 ആണ്.